ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ പ്ലേലിസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ലിറ്റററി ക്രിറ്റിസിസം. നെറ്റ് എക്സാമിനൊക്കെ തന്നെ അതുപോലെ തന്നെ BA MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സിലബസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഇൻട്രൊഡക്ഷൻ. എന്താണ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ടൈപ്സ് ആയാലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടീക്സ് ആയാലും അത് അവരുടെയൊക്കെ വർക്ക്സ് ആണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സോ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പാരിസൺ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ. ഒരു ലിറ്റററി വർക്ക് എടുക്കുമ്പോൾ അതിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാണ്. അതാണ് ലിറ്റററി ക്രിറ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റീഡറിന് ഒരു പെർട്ടിക്കുലർ വർക്കിനെ കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഒരുപാടധികം ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു ടൈപ്സാണ് ട്രഡീഷണൽ ക്രിറ്റിസിസം, സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം, ന്യൂ ക്രിറ്റിസിസം, റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് മീഡിയ ക്രിറ്റിസിസം. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. ഇനി ലിറ്റററി ക്രിറ്റിസിസം അതുപോലെ തന്നെ ലിറ്റററി തിയറി എന്ന് പറയുന്നത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്. പക്ഷേ ഈ രണ്ട് വാക്കുകൾക്കും തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടി മനസ്സിലാക്കണം. രണ്ടും ഒരേ രീതിയിലുള്ളൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. പക്ഷേ ലിറ്റററി ക്രിറ്റിസിസം വരുമ്പോൾ സ്പെസിഫിക് വർക്ക്സ് ആണ് അവിടെ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ലിറ്റററി തിയറി വരുമ്പോൾ കുറച്ചും കൂടി ഒരു ജനറലായിട്ട് ലിറ്ററേച്ചറിനെയാണ് നോക്കിക്കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രിറ്റിസിസം വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമെന്ന് പറയുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന വർക്ക്, അതിലൂടെ ഓഥർ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് മെസ്സേജാണ് ഓഥർ തരാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിലൂടെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ തിയറി വരുമ്പോഴെന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് ദ ഗോൾ ഓഫ് ലിറ്ററേച്ചർ? അതായത് ജനറലി ലിറ്ററേച്ചർ എന്താണ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് നമ്മൾ തിയറിയിലൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ആണെങ്കിലും ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ രണ്ട് ടേംസിനെയും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ക്രിറ്റിസിസം വരുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ബുക്കാണ് എടുക്കുന്നത്. പക്ഷെ തിയറി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് പഠിക്കുന്നത്. ഇതാണ് ഈ രണ്ട് വാക്കിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു മീനിങ്, അതുപോലെ തന്നെ ഒരു മേജർ ഡിഫറൻസും. പക്ഷേ ഇത് രണ്ട് വാക്കുകളും ഇൻ്റർ കണക്റ്റഡ് ആണെന്നും കൂടി മനസ്സിലാക്കണം. ഇനി ലിറ്റററി ക്രിറ്റിസിസം ഞാൻ പറഞ്ഞു, പല രീതിയിലുള്ള ക്രിറ്റിസിസം നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് ടൈപ്സ് നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് ഫോംസ് ഏതൊക്കെയാണെന്നും കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്റോറിക്കൽ ബയോഗ്രാഫിക്കൽ ക്രിറ്റിസിസം. ഈ ഒരു ക്രിറ്റിസിസത്തിലൂടെ എന്താണ് പഠിക്കുന്നത്? ഒരു ഓഥറിൻ്റെ തന്നെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു ബുക്ക് എഴുതി, ആ ഒരു ബുക്ക് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബയോഗ്രാഫിക്കൽ ക്രിറ്റിസിസം വെച്ചിട്ടാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ന ഓഥറിൻ്റെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത്. ഞാൻ എവിടെയാണ് ജനിച്ചത്, ഞാൻ എങ്ങനത്തെ രീതിയിലുള്ള സ്കൂളിംഗ് ആണ് എനിക്ക് കിട്ടിയത്, അതിൽ ഏതൊക്കെ ഇൻഫ്ലുവൻസസ് ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്രിറ്റിസിസത്തിൽ പഠിക്കുന്നത്. വേറൊരു എക്സാമ്പിളാണ് മോറൽ ഫിലോസഫിക്കൽ ക്രിറ്റിസിസം. നമ്മളൊരു അനലൈസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പെർട്ടിക്കുലർ ബുക്കിൻ്റെ മോറൽ മെസ്സേജ് എന്തൊക്കെയാണെന്ന് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ന്യൂ ക്രിറ്റിസിസം വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഫോർമൽ യൂസ് ആണ് അനലൈസ് ചെയ്യുന്നത്. റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസത്തിൽ ഒരു റീഡറിൻ്റെ റിയാക്ഷനാണ് അവിടെ അളക്കുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ, ഒരു ബുക്ക് വായിക്കുമ്പോൾ ഞാൻ എന്ന റീഡറിന് തോന്നുന്ന ഫീലിങ്സ്, എനിക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത് എന്ന കാര്യമാണ് റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസത്തിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാടധികം ക്രിറ്റിസിസം ഉണ്ട്. അതായത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആണെങ്കിൽ ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. സോഷ്യോളജിക്കൽ ആണെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. സൈക്കോ അനാലിറ്റിക്കൽ ആണെങ്കിൽ എഗെയിൻ മൈൻഡിൻ്റെ ഒരു വർക്കിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു 12 ലിറ്റററി ക്രിറ്റിസിസം ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ക്രിറ്റിക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്.
ഓരോ ടൈം പീരീഡ് അനുസരിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രീക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രീക്ക് ക്രിട്ടിക്സ് എല്ലാം നമുക്ക് അറിയാവുന്ന തന്നെയാണ്: സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഇനി ഇപ്പോൾ റോമൻ ലാറ്റിൻ ക്രിറ്റിസിസം വരെയാണെങ്കിൽ ഹൊറസ്, വെർജിൽ, ഓവിഡ് പോലത്തുള്ള ക്രിട്ടിക്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഏജസിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ക്രിട്ടിക്സ് ഇല്ല, പക്ഷെ നമുക്ക് കുറച്ച് തിയറീസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ക്രിട്ടിക്സും വർക്ക്സിനെ കുറിച്ച് പഠിക്കാൻ വരുന്നത് എൻലൈറ്റൻമെൻറ്റ് എറയിലാണ്. ആ ഒരു എറയിൽ ഡ്രൈഡൻ, പോപ്പ് പോലത്തുള്ള പല ക്രിട്ടിക്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഏജ് വരെയാണെങ്കിൽ വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, കീറ്റ്സ്. അതുപോലെ വിക്ടോറിയൻ മോഡേൺ എറ വരെയാണെങ്കിൽ ജോർജ് എലിയറ്റ്, ടി.എസ്. എലിയറ്റ്, ജി.എം. ഹോപ്കിൻസ്. ഇവരൊക്കെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. ഇവരെല്ലാവരും തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇവരെക്കുറിച്ചും ഇവരുടെ വർക്ക്സിനെ കുറിച്ചും നമ്മൾ പഠിക്കും. ഈ ഒരു രീതിയിലുള്ളൊരു വീഡിയോസാണ് ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എന്താണെന്ന് നോക്കി, അതിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസവും ലിറ്റററി തിയറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്രിറ്റിസിസം എന്തൊക്കെയാണെന്നുള്ളൊരു ചെറിയൊരു ഓവർവ്യൂ ആണ് ഞാനിപ്പോൾ തന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. ഈ ഒരു ഇൻട്രഡക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു നോട്ട്സ് എല്ലാം തന്നെ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചാനൽ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കിട്ടുന്നതാണ്. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.